രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കെ അപ്രതീക്ഷിത നാടകീയ സംഭവങ്ങളാണ് നടക്കുന്നത്. കോടതി കേസ് പരിഗണിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പരാതി KPCCക്കാണ് ലഭിച്ചത്. എന്നാൽ പരാതിയിൽ ഊരുമില്ല പേരുമില്ല, ആരുടേതാണ് പരാതി എന്ന് വ്യക്തവുമല്ല. പരാതിയിൽ പല കാര്യങ്ങളിലും അവ്യക്തതകൾ തുടരുന്നു. ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്തു. ഈ അജ്ഞാത പരാതിയിലാണ് FIR. KPCCക്ക് ലഭിച്ച പരാതി നൽകിയ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള സൂചനകൾ. എന്നാൽ ഇതൊക്കെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് കോടതിയെ പോലും ആശയക്കുഴപ്പത്തിലാക്കാനുള്ള നീക്കങ്ങളാണെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. KPCCക്ക് ലഭിച്ച പരാതിയിൽ യുവതിയുടെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ നേരത്തെ ക്രൈംബ്രാഞ്ച് യുവതിയെ കണ്ടിരുന്നു എന്നാണ് ഇപ്പോൾ ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അന്ന് യുവതി നിയമ നടപടികൾക്കൊരുക്കമല്ലായിരുന്നു. പരാതിക്കാരിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ. എറണാകുളം സ്വദേശിയാണ് ഈ സുഹൃത്ത്. ഈ സുഹൃത്ത് മുഖേനയാണ് KPCCക്ക് പരാതി നൽകിയത് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു.